ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷംലി സാം. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാട്ടോ. ഇടയ്ക്ക് അങ്ങോട്ട് ചാടും, ഇടയ്ക്ക് ഇങ്ങോട്ട് ചാടും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സാമൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ഇവിടെ നിൽക്കാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറേയൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ. കുറേ അവിടെ നിൽക്കും, കുറേ ഇവിടെ നിൽക്കും. ഇപ്പം അങ്ങനെ ഒരുപാടൊന്നും നിൽക്കാറില്ല. അപ്പോൾ ഉമ്മാനിപ്പാനി കാണാൻ പൂതിയാകുമ്പോൾ അതുപോലെ തന്നെ അവരുടെ കൂടെ നിൽക്കാൻ പൂതിയാകുമ്പോഴൊക്കെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും. 2-3 ദിവസം നിന്നുകൊണ്ട് പോവും. അങ്ങനെയാണ് ഇപ്പോൾ കൂടുതലും. അപ്പോൾ ഇന്നിപ്പോൾ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മളെ ഫെല്ല ബേബീൻ്റെ ബർത്ത്ഡേ ആണ്. നാളെ 1 വയസ്സ് തികയാൻ പോവാണ്. എത്ര പെട്ടെന്നാലേ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്ന ഡെലിവറിയൊക്കെ. എത്ര പെട്ടെന്ന് 1 വയസ്സായത് എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. വലിയ കുട്ടിയായി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാളെ ചെറുതായിട്ടൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടാവും കേട്ടോ. ഒരുപാട് പേരൊന്നും ക്ഷണിക്കുന്നൊന്നുമില്ല. എൻ്റെ വീട്ടുകാരാണ് മെയിനായിട്ട്. പിന്നെ സന, ലാബു, പിന്നെ അവിടെ എളാപ്പ, എലീമ, അങ്ങനെയുള്ള കുറച്ച് പേരെ വിളിക്കുന്നുള്ളൂ കേട്ടോ. ഒന്നാമത് നമ്മൾ അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. കുറേ പേര് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നതാണ്. ഓൾറെഡി അവൾക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ വീണ്ടും അവരൊക്കെ വിളിക്കുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ വലിയ പരിപാടിയൊന്നും ആക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ വീട്ടുകാരെന്തായാലും സെലിബ്രേഷൻ നടത്തിയില്ല എന്നുണ്ടെങ്കിലും നടത്തിയാലും അവരെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. അപ്പോൾ ഇന്ന് വരാൻ കാരണം ഇവർക്കൊക്കെ ഫെല്ല ബേബിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയി പോകണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതിനനുസരിച്ച് വാങ്ങിക്കാം, ഞാൻ തന്നെ സെലക്ട് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഉമ്മപ്പം അവരെന്തോ ഫെല്ല ബേബിക്ക് വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ എളാപ്പ, ഇളയമാർ, പിന്നെ താത്ത ഇന്നലെ കൊടുത്തയച്ചിരുന്ന ഒരു ബോക്സ് എന്താണെന്നൊന്നും നോക്കിയിട്ടില്ല. താത്ത അളിയനും അവരെ വക കൊടുത്തയച്ചതാട്ടോ. അത് അവർ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ്. എന്നോട് ഓപ്പൺ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ ശേഷം ഓപ്പൺ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താണെന്നൊന്നും നോക്കിയിട്ടില്ല. നോക്കാഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ കൈ ഇങ്ങനെ കിറിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നാളെ നമുക്ക് അൺബോക്സിങ് വീഡിയോ ഒക്കെ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കാണാം. പിന്നെന്താ, ഇന്നിപ്പോൾ എൻ്റെ കയ്യിലൊരു ഡ്രസ്സ് കണ്ടില്ല. ഇതാണ് ഫെല്ല ബേബി നാളെ ഇടാൻ പോകുന്ന ബർത്ത്ഡേ ഡ്രസ്സ് കേട്ടോ. ഇത് എൻ്റെ അനിയത്തീൻ്റെ വകയാണ്. അനിയത്തി എന്ന് പറയുമ്പോൾ ചിഞ്ചു, നിങ്ങൾക്ക് അറിയണ്ടാവും, എളാപ്പാൻ്റെ മോളാണ്. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ എപ്പോൾ ഫെല്ല ബേബിനെ കാണാൻ വരുമ്പോഴും എന്തേലൊക്കെ ആയിട്ടേ വരുള്ളൂ കേട്ടോ. കൂടുതലും ഡ്രസ്സായിരിക്കും. ഞാനൊരു എയർപോർട്ട് വീഡിയോ ഉണ്ടല്ലോ, എയർപോർട്ടിൽ നിന്ന് വരുന്ന വീഡിയോയിൽ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അത് ചിഞ്ചു വന്നതായിരുന്നു. അതിന് മുമ്പ് വരുമ്പോഴും ഒക്കെ എപ്പോൾ ഫെല്ല ബേബിനെ കാണുമ്പോഴും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ കേട്ടോ എൻ്റെ താത്താളിയന്, സന, മുന്ന ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴൊക്കെ ഫെല്ല ബേബിനെ കാണുമ്പോഴൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പോൾ ചിഞ്ചു ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ ബർത്ത്ഡേക്ക് ഇടുന്ന ഡ്രസ്സ് അവൾ ആരെ കൊണ്ടോ ഡിസൈൻ ചെയ്യിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഗൗണാണ്. അതിൽ വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഫെല്ല ബേബീൻ്റെ പേര് എഴുതിയിട്ടുള്ള കണ്ടോ, അലാന ഫെല്ല ബേബീൻ്റെ ഫുൾ നെയിം അറിയാത്തവരിപ്പോഴും കുറേ പേരുണ്ട്. അലാന ഫെല്ല യാസ്ലി എന്നാണ്. അതിൽ അലാന ഫെല്ല എന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കിയിരുന്നു. അപ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പക്ഷേ ആൾ കൂടുതൽ നേരം ഇട്ട് നടക്കുമെന്നൊന്നും അറിയില്ല. ക്ഷമ ഉണ്ടായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. ചിലപ്പോൾ നാളെ അതിനുള്ള സമയം കിട്ടിയില്ലെങ്കിലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ കാണിക്കുന്നത്. പിന്നെ എൻ്റെ എലീമാൻ്റെ വക ഒരു ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ബർത്ത്ഡേ ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ 2 ഇട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്നെന്നെ ഇടാൻ പറ്റുമെന്നുള്ളതിൽ കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കാരണം അവൾക്ക് പാർട്ടി വെയർ ഇടുക എന്ന് പറഞ്ഞാൽ അത്രയും ദേഷ്യമാണ്. ഒരുപാട് പാർട്ടി വെയർ പലരും തന്നതായിട്ടോ നമ്മൾ വാങ്ങിയതായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ പാർട്ടി വെയർ ഇടുമ്പോൾ എന്തോ ഭയങ്കര ദേഷ്യം, ഇറിറ്റേഷനൊക്കെയാണ്. അത് കൂടുതൽ കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു സ്വഭാവമാണ്. ഇതാണ് കേട്ടോ അടുത്ത് വൈറ്റ് കണ്ടോ. ഇതാണ് എൻ്റെ എലീമാൻ്റെ വക. എലീമ എന്ന് പറയുമ്പോൾ ഉമ്മാൻ്റെ അനിയത്തിയാണ്. ഡിസൈനറാണ് കേട്ടോ. കുറേ ആയിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, വലിയവർക്കുള്ളതുണ്ട് കേട്ടോ. ഗൗൺ ടൈപ്പ് ആയാലും നോർമൽ ചുരിദാർ ആയാലും നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് തരും. കുട്ടികൾക്കുള്ള എല്ലാ ടൈപ്പും, വലിയ മിഡി അതിൽക്കുള്ള ബ്ലൗസൊക്കെ ഉണ്ടല്ലോ, അതും ഇതുപോലത്തെ ഗൗണും, ചെറിയ ഗൗണും വലിയ ഗൗണും ഒക്കെ ഉണ്ട്. ഇതിന് മുമ്പ് ഫെല്ല ബേബിക്ക് ഇപ്പം കൂടെ ഷാർജയിലേക്ക് അവിടേക്ക് വന്നിരുന്നല്ലോ, ഗൾഫിലേക്ക് വരുമ്പോൾ ഒന്ന് കൊടുത്തയച്ചിരുന്നു കേട്ടോ. ഒരു ബ്ലാക്ക് കളറിൽ. ഞാൻ ഈ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കല്യാണ തലേന്ന് നെസീനെ വിളിക്കാൻ പോകുമ്പോഴൊക്കെ
മോൾക്ക് അതായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എലീമ തയ്ച്ചതാട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇട്ടിട്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എലീമാനെ കോൺടാക്റ്റ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തു തരും. അവർക്ക് അബെല്ല ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അന്ന് കൂടുതൽ അങ്ങോട്ട് സജീവമായിട്ട് ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതുവരെ. അതുകൊണ്ട് ഒരുപാട് ഫോട്ടോസൊന്നും ഉണ്ടാവില്ല, കുറച്ച് ഫോട്ടോസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് സജീവമായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ആ ഒരു കാര്യം മെൻഷൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എലീമാനെ കോൺടാക്റ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സുകൾ കുട്ടികൾക്കാണ് കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സ് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ എലീമാൻ്റെ പേരക്കുട്ടീൻ്റെ ബർത്ത്ഡേ ഇതുപോലെ തന്നെ ഫെല്ല ബേബീൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു 3 ദിവസം മുമ്പായിരുന്നു കേട്ടോ. എൻ്റെ കസിൻ്റെ ഡെലിവറി അവിടെ വെച്ചിട്ട് തന്നെ UAE വെച്ചിട്ട് തന്നെ ആയിരുന്നു. ഡേറ്റൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു, പക്ഷെ എന്നെക്കാളും മുന്നേ ചാടി അവൾ. അപ്പം മോൾക്കും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പിങ്ക് ഡ്രസ്സാണ് എലീമ തയ്ച്ചത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ. വീഡിയോ ഫോട്ടോസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവൾക്ക് ഇട്ടിട്ട്. അതുപോലെ അത് ഇടാൻ എക്സൈറ്റഡ് ആയ പോലെ തന്നെ ഇതിടാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. വൈറ്റ് ഇട്ടാലും നല്ല രസമാണ് അവൾക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ബാക്കിൽ ഫെല്ല ബേബി സിൽക്ക് സ്മിത്ത് ആവാൻ പോവാം. ബാക്കിലൊരു ജനലും കുറേ മുത്തൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ ബാക്കിൽ ഇങ്ങനെ കാണാനില്ലേ. പിന്നെ ടൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കയറൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈസൊക്കെ കറക്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. വൈറ്റിൻ്റെ ബോധമാണ് ഇത്. അതിൻ്റെ ഒരു ക്ലിപ്പ് കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വെച്ചാവും. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഒരു ഷോപ്പിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവർക്കൊക്കെ എന്തൊക്കെയോ വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നേരെ വാണിയന്നൂർ പോകാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് എന്തൊക്കെയൊക്കെ വാങ്ങാൻ പോകാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബർത്ത്ഡേ വിശേഷമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും കേട്ടോ. പുറത്ത് കിടക്ക് സ്കൂട്ടിപ്പം കയറി. അതാവുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമാവും. ഈ ഡ്രസ്സിലേക്ക് കുത്തിയ മാച്ച് ഉണ്ടാവില്ലല്ലോ. ക്ലിപ്പ് ഉണ്ടോന്ന് അത് ഞാൻ കുത്തി തരാം. എല്ലാം കൊണ്ടുവന്നിട്ടില്ല, ഒന്നേ കൊണ്ടുവന്നിട്ടുള്ളൂ. മുഖത്തുണ്ടോ? അതാണ് കുത്തി കൊടുക്കണേ. എന്നാ അത് മതിയില്ലേ? വായൊക്കെ എടുത്തിട്ടാണ് നോക്കിക്കൊണ്ട്. എന്നാ പിടിച്ച ഇത് പിടിച്ചാ ക്യാമറ പിടിച്ചാ കുത്തി തരാം. അറിയാൻ പാടില്ല കുത്തുന്നത്, അറിയാതെ കുത്തണം. സുന്ദരിയായി സുന്ദരിയായി. ആ പാലെടുത്തിട്ട് പോവാ. നമുക്ക് ഉള്ളത് മോഡലാണെന്ന് തോന്നുന്നു കേട്ടോ. ഫോട്ടോഷൂട്ടിന് കിടക്കുകയാണ്. അതിനെ കുറ്റം പറഞ്ഞിട്ടാന്ന് തോന്നുന്നു. ബാക്കിൽ നിന്ന് ഞാൻ എടുക്കുന്നത് പട്ടീനെയും പൂച്ചനൊക്കെ ഭയങ്കര എന്താണ്. നിങ്ങളുടെ നാട്ടിൽ പട്ടികളൊന്നും ഇല്ല അല്ലേ? കുട്ടികൾ മാത്രമേ ഉള്ളൂ. അവളോട് വെച്ചൊക്കെ അഭിപ്രായം അതാണല്ലേ. അത് മൂന്ന് അലർജി വരുള്ളൂ, തുമ്മുള്ളൂ. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാലേ കുട്ടികൾക്ക് നല്ലതല്ല. പക്ഷെ രസല്ലേ. ഏതാ വേണ്ടിയത്? ഒക്കെ വേണല്ലോ. അതൊക്കെ വെറുതെയാണ്. ഒക്കെ തല്ലി പൊട്ടിച്ചിട്ടും. ഇവർക്ക് എത്ര ടോയ്സ് വാങ്ങിക്കൊടുത്താലും ഇവർക്ക് സ്പൂണ്, പാത്രം അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ചാവി, റിമോട്ട് ഇതൊക്കെ പറ്റുള്ളൂ. അതിനെ കൈയൊന്നും ചെയ്യണം. ഹായ് അടിക്കണത് വെച്ചിട്ട് അതിന്റെ കളർ ചേഞ്ച് ഉള്ളൊരു സുഖിയാണ് വേണ്ടിന്ന്. വൈറ്റ് അവളേസ് കുറേ ഉണ്ട്. വൈറ്റ് കുറേ ഉണ്ട്. അതൊരു സുഖമില്ല. ഏത് മിഡിയാണ്? മിഡി മാത്രം ടോപ്പും ഉണ്ട്. ആ ടോപ്പും ഉണ്ട്. പക്ഷെ കളർ എന്താ സാറോ? ഒക്കെ വെച്ച് ആ മൊക്കെ തള്ളിയിടുന്നുണ്ട്. വേണ്ട. നല്ല സന്തോഷം. ഹലോ എല്ലാ എല്ലാ
എവിടെ പോയിരിക്കണം കുട്ടി? തിരിച്ചു കൊടുക്കണ അല്ല അല്ല ഇത് മതിയാ. ഇളാപ്പന്മാരുടെ ഇളിവന്മാരുടെ വക മോൾക്കുള്ള ഗിഫ്റ്റൊക്കെ പർച്ചേസ് ചെയ്ത ശേഷം ഞങ്ങളിത് നേരെ ആസാദ് ജ്വല്ലറിയിലേക്ക് വന്നതാണ് കേട്ടോ. ഞാൻ കൂടെ വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാമല്ലോ. കാരണം എനിക്ക് സിമ്പിളായിട്ടുള്ള സാധനങ്ങളോടാട്ടോ താല്പര്യം, ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ഗോൾഡ് മോൾക്ക് ഇട്ട് കൊടുക്കാൻ, ഹെവി ഉള്ളതിനേക്കാളും. അപ്പോൾ ഒരുപാട് ഐറ്റംസ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയതൊക്കെ, അതായത് മോൾക്ക് 40 എന്ന് പറഞ്ഞാൽ സ്വർണം കിട്ടുന്ന ദിവസം കിട്ടിയതൊക്കെ എല്ലാവരും ഗിഫ്റ്റ് ചെയ്തത് നല്ല ഭംഗിയുള്ള വെറൈറ്റി സാധനങ്ങളായിരുന്നു. ഞാനത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതിന് ശേഷം വീഡിയോ ഇട്ട ശേഷം കുറേ പേര് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് ഗോൾഡ്. അതൊന്നും പിന്നെ ഒന്നിലും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനി വല്ലപ്പോഴും ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും സിമ്പിളായിട്ടുള്ളത് ഇട്ട് കൊടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ തന്നെ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കൈമലൊന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് കൈമൽ 5 ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടാവുമായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തും ചെയ്തു തരാമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇട്ട് കൊടുക്കാൻ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇട്ട് കൊടുക്കാൻ പറ്റൂലല്ലോ. പിന്നെ അത് വേണ്ട, ബ്രേസ്ലെറ്റ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വെറുതെ കാണാനുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ ചുമ്മാ അവരോടൊന്ന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ അതല്ല വാങ്ങിച്ചിട്ടുള്ളത്, വേറെയാണ് കേട്ടോ. അത് നമുക്ക് എന്തായാലും അൺബോക്സിങ് വീഡിയോയിൽ കാണിക്കാം. എല്ലാവരും ഗിഫ്റ്റും കാണിച്ചു തരണ്ടേ, അപ്പോൾ അതിൽ കാണിക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് കേക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നേ. ഞാൻ നേരെ വാണിയന്നൂർ പോവാണ്, സാമുക്കാൻ്റെ വീട്ടിൽ പോവാണ്. ഇവർ അങ്ങോട്ട് പോവും. അപ്പോൾ സാമുക്ക് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരൂരിക്ക്. അപ്പോൾ ഞങ്ങൾ നേരെ കേക്ക് ഷോപ്പിൽ പോയി. അവിടെ അവർ കുറേ ഡിസൈനൊക്കെ കാണിച്ചു തന്നു. അതിന് കോക്കോമെല്ലൻ്റെ തീമിലുള്ള ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പിങ്ക് കളറാണല്ലോ മോളെ ഡ്രസ്സ്. അപ്പോൾ പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ശേഷം ഞാനും ഉമ്മയും കൂടെ കേക്കിന് വേണ്ടിയിട്ടുള്ള, അതായത് കപ്പ് കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കപ്പ് കേക്ക് ഉമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നേ. ഉമ്മ കേക്ക് ഉണ്ടാക്കും, പക്ഷേ അന്നത്തെ ദിവസം എല്ലാം കൂടെ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് കേക്ക് പുറത്ത് തന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പ് കേക്കിനുള്ള കുറച്ച് കപ്പുകൾ, അതുപോലെ തന്നെ അത് വെക്കാനുള്ള സ്റ്റാൻഡ്, പിന്നെ കേക്ക് വെക്കാനുള്ള സ്റ്റാൻഡും, പിന്നെ കുറച്ച് ബലൂൺസും, അതുപോലെ നമുക്ക് ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു കേക്കിൻ്റെ ഐറ്റംസ്, ഇങ്ങനത്തെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിൽ പോയിരുന്നു. പിന്നെ പായസം വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം. ഷെഫി പറയുന്നുണ്ട് ഉമ്മാക്ക് വേണ്ടി കുറച്ച് ചെടികൾ വാങ്ങിക്കണം. ഉമ്മാക്ക് ചെടികളോട് ഭയങ്കര ക്രേസ് കേട്ടോ. പിന്നെ മക്കളിൽ കൂടുതൽ ഇഷ്ടം ഷെഫിക്കാണ്. വാങ്ങിക്കൊടുക്കാറുണ്ട് എല്ലാവരും, പക്ഷേ കൂടുതൽ ഇഷ്ടം അവനക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം വന്നാലും വാങ്ങിക്കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ ചെടി വാങ്ങിക്കാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഓറഞ്ചൊക്കെ തൊലിച്ചിട്ടിക്കണേ? ചെമ്മീന് മാത്രമേ മാങ്ങ ഉണ്ട്, പച്ചമാങ്ങ. ഓരോന്ന് ഒഴിച്ചിട്ട് പപ്പടല്ലേ? പപ്പടം പൊരിച്ചിക്കണല്ലോ. ഞാന് മോള് നീക്കുമ്പോൾ തരാം. വരെ എല്ലാരും ഭക്ഷണം കഴിക്കാൻ പോരുക. പുതിയ എണ്ണ പുതിയാപ്പിളൊക്കെ ഭക്ഷണം കഴിക്കായിരുന്നോളെ. മതി വേണ്ട. കേവലം ഒരു ചെടി വാങ്ങാൻ വേണ്ടിയിട്ടാണ് എല്ലാരും കൂടെ ഇറങ്ങിയിരിക്കുന്നത്. ഒളിച്ചേ മൊളിച്ചേ. അതായത് സാധാരണ എവിടേക്കെങ്കിലും പെട്ടെന്നൊക്കെ ഇറങ്ങുമ്പോ ഞങ്ങൾ എടുത്തിടുന്ന സാധനമാണിത്. മുന്നൊക്കെ തിരുമ്പിയിട്ട് എത്ര ദിവസമായോ അത് കലക്കലുണ്ട്. അതെന്റേതാണ്, ഉമ്മാന്റെ മാത്രമേ ഉള്ളൂ അല്ല അലക്കിയത്. ഈ എന്നിട്ടതാണ് ഈ ടീഷർട്ട്? മിനിഞ്ഞാ ഇട്ടതാണ്. ഞാന് ഷെഫി റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം കേറിയതാട്ടോ. ഞാൻ വരാതിരിക്കേ. ഷെഫി ഷംലില്ലാതെ രസമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ കേറിയതാ. പിന്നെ പാവല്ലേ ഇത് അല്ലേ? സനന്റെ ഒരു കുറവുണ്ട് കിട്ടുന്നു. അതന്നെ എന്തിനാന്നറിയ പോണത്. ഇതിന് സുഖല്യ, ഇമ്മാക്ക് വയ്യ. എന്താണ് എന്റെ മുന്നക്ക് വയ്യ. മുന്നല്ല ശ്വാസം നിലവിളി ശബ്ദം ഇടൂന്ന് പറഞ്ഞിട്ട് ഫുള്ള് സീനായിരുന്നു.
സുന്ദരി പിന്നെ അതൊക്കെ കേറണേ ശരിയാക്കാൻ മറ്റേ ഷബക്ക് വയ്യാറുണ്ട് ഷബാനെ വണ്ടി കയറ്റിന്ന് ബാക്കിൽ ഗ്ലാസ്സിലൊക്കെ പൊണ്ണിങ്ങളൊക്കെ കയറി അങ്ങനൊന്നല്ല ഷെഫിനോട് ഷംലിക്ക് പോരെ പോരെന്ന് വിളിച്ച് പാവം തോന്നിയപ്പോ ഞാൻ പോന്നതല്ലേ മുന്നേ എന്താ ബിന്ദു പണിക്കറായി ഫോണ് പൊക്കി പിടിച്ചിരിക്കണേ എന്റെ മുംബൈയില് ഇവരെ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇമ്മാക്ക് ചെടി കിട്ടിയാ മതി ആക്ച്വലി ഉമ്മാന്റെ ഉദ്ദേശം ചെടി വാങ്ങാന്നുള്ളതാണ്. അത് ശരിയാ ഞങ്ങള് ഓൺലൈനില് നമ്മള് വാങ്ങി ആ ചെടിയൊക്കെ എപ്പോഴും ഉണ്ടല്ലേ. ഞാൻ വാങ്ങിയത് നമ്മൾ രണ്ടാളും കൂടി അല്ലടി വാങ്ങിയത്. പുറത്ത് 2-3 ഉണ്ടായിരുന്നു. നാലെണ്ണം ഉണ്ട്. എന്തുകൊണ്ട് മുന്നൊക്കെ കുറച്ച് മുല്ലപ്പൂ മുന്നേ ഇന്ന് കുടിക്കാനുള്ള മടിയോണ്ട് പോവായിരുന്നു. ഇതിപ്പോ ലോഡ് മരുന്ന് ഞാൻ അങ്ങനെ രോഗികളുമായിട്ട് ചത്തോടത്ത് നീച്ചതാണ്. അപ്പോഴും ചോദിക്കണത് എന്താ ജ്യൂസ് തണുപ്പ് എടുത്തു സല്ലാജിമൊക്കെ നോക്കരുത്. ഞാനിപ്പോ മുന്നേ മരുന്ന് കുടിക്കാനുള്ളതല്ലേ തിരൂര് സ്റ്റാൻഡിലൊക്കെ ഇരിക്കുന്നു. അസുഖമൊന്നുമില്ല എനിക്ക് അസുഖമായിട്ട് കൊണ്ടുപോയത് ഒരാള് കേറിങ്ങാണ്ട് പറഞ്ഞേ ഷബ കേറിങ്ങാണ്ട് പറഞ്ഞേ മുന്നക്കാണ് പ്രശ്നം. മുന്നേ കേറിങ്ങാണ്ട് പറഞ്ഞേ ഷബക്കാണ് പ്രശ്നം. ശരിക്കും ആർക്കാ പ്രശ്നം? വല്ല കുട്ടിക്കാ? ഡോക്ടർക്കാണ് അത്ര പ്രശ്നം അല്ലേ? 2 കിലോ 100 അപ്പൊ എന്താണ് 200 എടുത്തോ 200 നല്ല നിങ്ങളെ സൂപ്പർ നിങ്ങളെ സാധനം എടുത്തോളി. നിങ്ങൾക്ക് അറിയണല്ലേ പൊളി സാധനം തന്നെ എടുത്തോളി. എന്താ സോപ്പിടല് നല്ല അടിപൊളി പൈനാപ്പിളാണല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് നല്ല വാവായിട്ടുണ്ട്. എനിക്ക് അടിച്ചു കൊണ്ടുവന്നിരുന്നു രാത്രി ഉറക്കത്തിൽ നിന്ന് നീറ്റ് കണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളൊക്കെ എവിടെ ഒരു രോഗി അവിടെ ഇമ്മ്യൂണിറ്റി പവർ പൈനാപ്പിൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇല്ല അതിന്റെ ശേഷം പിന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് ചിക്കന് പൈനാപ്പിൾ കച്ചവടം ചെയ്യാൻ വേറെന്തോ ഒരു ഉദ്ദേശം എന്തുണ്ടാക്കാനാ മധുരണ്ടാ ഇതൊക്കെ ഒക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ആവട്ടെ. വലിയ കുട്ടിയെ നല്ല കുട്ടിയാകുവാന ആരെന്നെ പറ്റിയാണോ? ഞാനോ? ഞങ്ങൾ നേരെ പോകുന്നത് ഇളനീർ ജ്യൂസ് കുടിക്കാനാണ്. ജ്യൂസ് ഷോപ്പ് താഴെ പലതിരും. ഐസ് ഇടാതെ ഷേക്ക് കിട്ടൂലോ. ഐസ് ഇടാതെ ഷേക്ക് കിട്ടും. തണുപ്പില്ലാതെ ഷേക്ക് കിട്ടൂലോ. തണുപ്പില്ലാതെ വെറും ഇളനീര് മാത്രല്ല ഉണ്ട് വാങ്ങിക്കൊടുത്താൽ ഒരു രസം ഉണ്ടാവില്ല. അന്ന് വെള്ളക്ക് വാങ്ങിയില്ലേ? രോഗികളാണ് ഇവർ രണ്ടാളൂ. ഞാനും കില്ലിന്റെ മാറി പകുതി ആ രോഗി അവളുണ്ട്. ഞാനില്ലേ ഞാൻ 3 ആക്ച്വലി പറയണട്ടാ. അതെ ബൂസ്റ്റ് പൊടി ഇട്ട ഇളനീർ ജ്യൂസ് കൊറേ ആയല്ലേ ഇവിടെ.
മുന്നൊക്കെ തണുപ്പില്ലാത്തോണ്ടൊരു ഹാപ്പിനെസ് ഇല്ല. കുടിക്കണ്ട് കിട്ടുന്നുണ്ടാ പഠിച്ച് താങ്ക് യു. പൈസ സ്ട്രോ കൊണ്ട് കുടിക്കാൻ എന്റെ കുട്ടിക്ക് അറിയില്ലായിരുന്നു. പഠിച്ച് വലിക്കണ്ട് ചെറുതുണ്ട് കണ്ടു ഞാൻ. എനിക്കും അതന്നെ ഇഷ്ടമായത്. ഇങ്ങനെ നിക്കണം. ഒന്നും പഠിക്കണ്ട, നമ്മളെ സ്വന്തം ഷജേട്ടൻ. ചേച്ചിയാ ഷജേട്ടൻ വന്നു കേട്ടോ, ഒന്നും പഠിക്കണ്ട. ഷജേട്ടൻ ഒരു പ്രശ്നമില്ല. ഇത് പോലീസാണ്. ഫ്രഷ് കരിമ്പ് എന്റെ കുട്ടിക്ക് വെയിലുണ്ട്. ഉമ്മ മുങ്ങി ഇപ്പാന്റെ അടുത്ത് ചീത്തേക്കും. നെക്സ്റ്റ് ഇത് ഭയങ്കര വിലയാണ്, അതുകൊണ്ട് ചെറുത്. ഇതിന് 3000 രൂപ. ഇത് എത്രയാണ്? ഇതാണ് 600. ഹായ്, സൂപ്പർ കളറ്. ഇനി എല്ലോ വരട്ടെ. എല്ലോ പെല്ലക്കുട്ടി കൊറേ പറിച്ചിട്ടിരിക്കണ കേട്ടാ ബാക്കിന്ന്. അല്ല ഇപ്പൊ തന്നെ ഇപ്പൊ നോക്കണ. അതോ ശബ ഇമ്മന്റെ കുട്ടി മെച്ചിപ്പോ വരാം. ഓ ഇതൊന്ന് ഇതായിട്ട് എന്താ ഉണ്ടാക്കാൻ പോണ്? അത് നമുക്ക് തരിപ്പുള്ള സോഡ വാങ്ങിയില്ല. പിന്നെ മറ്റേ മുൾപ്പൊടി ഇട്ടുകൊണ്ട് കട്ട് ചെയ്തുകൊണ്ട് ടോയ്ലറ്റ് ഒക്കെ ഒന്ന് ഫ്രീ ആക്കിട്ടോ. ഇതാ റൈഡർ കണ്ണാപ്പി കേറിയിട്ടുണ്ട് കേട്ടോ. റൈഡർ കണ്ണാപ്പി വന്നുടനെ കേറിയിട്ടുണ്ട്. എൻ്റെ ഐക്കില്ലർ വെർഷൻ ഒന്ന് കേട്ടിടോ. ഐക്കില്ലർ വെർഷൻ ഒന്ന് കേട്ടിടോ. ഐക്കില്ലർ വർഷേ റൈഡർ കണ്ണാപ്പി, ഐക്കില്ലർ വർഷേ റൈഡർ കണ്ണാപ്പി, മുന്നാട് കൂടാൻ പോരില്ലേ നീ. ഞങ്ങള് ചെടികൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെടികൾ വരി വരി പഞ്ചാടി റൈസ് തിന്നിക്കണേ. പക്ഷെ ഇനിയും തിന്നു. ഇന്ന് ജ്യൂസ് എത്ര എണ്ണായടി? 2 എണ്ണം പുറത്തുനിന്നും 1 അകത്തുനിന്ന് വയ്ക്കണ്. അടിക്കാൻ പോവാ. ഞങ്ങക്ക് പുറത്തതാ ഇഷ്ടം. അതാകെ പമ്പേഴ്സ് ഇട്ടിട്ടുള്ളൂ. പമ്പേഴ്സ് ഇട്ടിട്ടാ കൊണ്ടാണ്. നല്ല പിടിച്ച മുന്ന ഞാൻ ദുടുമോ റിയൽ ആയിട്ടുള്ള പാവാണിന്റെ കുട്ടികളെ പറ്റിച്ചിക്കണ.
അയമ്പല്ല എന്ത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല. ഐസ് ഇടാത്ത മതിയേ ഒരു മുന്തിരി ഐസ് ഇടാത്തുണ്ട് ഒരു പൈനാപ്പിൾ മുന്നാത് ഇത് അല്ല അതിനുള്ളിൽ ഒരാളും കൂടി പാവാണിട്ടോ ആറ്റൊക്കെ കാണിച്ചു പോയതാണ്. ടാറ്റാ ടാറ്റ അടിച്ച അല്ല ടാറ്റാന്ന് പറയുന്നു. അടിക്കണതാ പോവാനിട്ട് അത് ടാറ്റ. കളർ സ്റ്റോപ്പ് എത്തി ഇറങ്ങിക്കോളെ. ഇറങ്ങി കടുത്ത ട്രിപ്പ് ഉണ്ട് എടുത്തിട്ട് കൂട്ടിന് പറ്റില്ല. ആ ചാറ്റാണിങ്ങനെ കാര്യമില്ല. എല്ലാരും കൂടി പോയി ഞാൻ പാടിക്കോളാം. വെക്കോ വെക്കോ സ്റ്റേഡിയം ഫ്രീ ആയിട്ട് ചിന്ത തല ഫോട്ടോഗ്രാഫ് എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. എന്തേലൊക്കെ സംഘടിപ്പിക്കും. ഇന്ന് ഫുള്ള് റീലെടുക്കലായിരുന്നേ. ശബ ഉണ്ട് കേട്ടൊന്ന്. ശബനെ കുറേ ആയി വീഡിയോയിലൊക്കെ ചോദിക്കുന്നുണ്ട്. ശബ എപ്പോഴൊന്നും ഇവിടെ ഉണ്ടാവാറില്ല കേട്ടോ. എളാപ്പാൻ്റെ മോളാണ്. അവൾ ഹോസ്റ്റലിൽ പഠിക്കുകയാണ്. അപ്പോൾ വല്ലപ്പോഴും വെള്ളിയാഴ്ചകളിൽ മാത്രം വന്നിട്ട് ഞായറാഴ്ച പോകും, അങ്ങനെ ഉണ്ടാവാറ്. വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ ഫുൾ ആക്റ്റീവായിട്ട് ഞങ്ങളെയും കൂടെ വിളിച്ച് റീലെടുക്കലും ഡാൻസ് കളിയും പാട്ടും ഒക്കെ തന്നെ ആയിരിക്കും. പിന്നെ വന്ന് കയറിയ നെസ്സി ആണെങ്കിലും ഞങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ. അവളും ഇപ്പോൾ ദാ ഞങ്ങളുടെ കൂടെ റീലെടുക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ ഇതാ അമ്മ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നാളേക്കുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ അത്രയും മണി ഉറക്കാമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാ ബർത്ത്ഡേ വീഡിയോ ഒക്കെ നാളെ വരുന്നതായിരിക്കും. ബാക്കി വിശേഷങ്ങളൊക്കെ അതിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബർത്ത്ഡേൻ്റെ പ്രിപ്പറേഷൻസും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മെയിനായിട്ട് ഡ്രസ്സ് കാണിക്കാമെന്നുള്ളതുകൊണ്ടായിരുന്നു. പിന്നെ ഇനി പെട്ടെന്ന് തന്നെ ഞാൻ ബർത്ത്ഡേ വ്ലോഗ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അതുവരേക്കും അസ്സലാമു അലൈക്കും ഓൾ ബൈ.